செல்வங்கள் தொடரும் இன்பத்தில் இல்லை நிரந்தரம். பதவியும் புகழும் தருவது இல்லை நிரந்தரம். நிலைவாழ்வு என்றும் நிஜமானதே அது நிரந்தரம். நிலைவாழ்வு என்றும் நிஜமானதே அது நிரந்தரம். அதே நிலையாக என்னை உன்னில் இணைப்பது நிரந்தரம். அது விலையாக என்னை உன்னில் இணைப்பது நிரந்தரம். நிரந்தரம் நிரந்தரம் நீரே நிரந்தரம். நிரந்தரம் நிரந்தரம் நீரே நிரந்தரம். அம்மையப்பன் முந்தன் வந்து நிரந்தரம். மாறும் உலகில் மாறாவும் உறவே நிரந்தரம். இம்மை வாழ்வில் மறுமை இருப்பது நிரந்தரம். இம்மை வாழ்வில் மறுமை இருப்பது நிரந்தரம். நான் மாண்ட பின்பு உம்மில் உயிர்ப்பது நிரந்தரம். நான் மாண்ட பின்பு உம்மில் உயிர்ப்பது நிரந்தரம். நிரந்தரம் நிரந்தரம் நீரே நிரந்தரம். நிரந்தரம் நிரந்தரம் நீரே நிரந்தரம். 2024 ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ കടന്നു പോകേണ്ടി വരുമെന്ന് ഞാൻ ന്യൂ ഇയർ എൻഡിങ് മെസ്സേജിൽ ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പരിഹാസികളായ ഒരുപാട് ആളുകളുണ്ട്. അവരോട് നിങ്ങൾ ഈ 2024 നിങ്ങൾ അവരോട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ ഇരുന്നാൽ നിങ്ങൾക്കൊരുപാട് ക്ഷീണം ഉണ്ടാകും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. പരിഹസിക്കുന്ന ആളുകൾ, നിന്ദിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഞാൻ അന്നേ പറഞ്ഞു, അതിന് മുമ്പത്തെ ഒരു മെസ്സേജിൽ അതാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ആവശ്യമില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരുടെ നമ്പർ തന്നെ നിങ്ങളങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മൊബൈലിൽ നിന്ന്. വെറുതെ വെച്ച് നിങ്ങളായിട്ട് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അതങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നല്ലോ, അവിടെ കൊണ്ട് പ്രശ്നം തീർന്നു. ഞാനങ്ങനെ ചെയ്യാറുള്ളത്. അങ്ങനെ പരിഹസിക്കുന്ന ആൾക്കാരുടെയൊക്കെ നമ്പർ അന്നേരം എൻ്റെ മൊബൈലിൽ നിങ്ങൾക്കറിയാം, ആയിരക്കണക്കിന് നമ്പറാണ് എൻ്റെ മൊബൈലിലുള്ളത്. എന്നാൽ ഇങ്ങനെയുള്ള ഏകദേശം ഒരു 10-20ഓളം ആളുകളെ ഞാൻ അങ്ങ് ഒഴിവാക്കി നിർത്തി. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, സമാധാനമായിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇത് പറ്റതെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരുപാട് തലവേദനകൾ. സ്തോത്രം. എന്തിനാന്നേ? അന്നേരം നിങ്ങൾ പറയാം, അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷേ നമ്മൾ അവരെ സ്നേഹിക്കണ്ടേ? അവരെ സ്നേഹിക്കണ്ട കേട്ടോ, അവരെ സ്നേഹിക്കണ്ട. ഞാനൊരു സങ്കീർത്തനം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. നിങ്ങളത് എങ്ങനെ വായിക്കുമെന്ന് എനിക്കറിയത്തില്ല. കേട്ടോ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപിയുടെ വഴി നിൽക്കരുത്. അടുത്തത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. കണ്ടോ അല്ലേ? ഈ പരിഹാസികൾ എപ്പോഴും പരിഹസിക്കുകയല്ല, ചില സമയത്ത് പരിഹസിക്കും കേട്ടോ. ചില സമയത്ത്, എപ്പോഴും ഇല്ല. പാപികളുടെ വഴിയാണ്. ഈ പാപികളുടെ വഴി എന്ന് പറഞ്ഞാൽ എന്നറിയോ? യവൻ നല്ല കാര്യത്തിലൊന്നും ഇവനെ കളിക്കാൻ പറ്റിയല്ല. ആരുടെയെങ്കിലും ഒരു കുറ്റം പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് പാപത്തിൻ്റെ ശകലമെങ്കിലും അംശം കാണും. ഏത് കാര്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കും. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. ഏത് കാര്യം ചെയ്താൽ അവരേത് കാര്യം ഏൽപ്പിച്ചോ അവർ ആ കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് അല്പം പാപത്തിൻ്റെ ലാഞ്ചനയുണ്ടാവും. സ്തോത്രം. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു മോണോ ആക്ടിലൂടെ ഞാൻ കാണിച്ചു തരാം. സ്തോത്രം. അവരെങ്ങനെയാണെന്നറിയാം? ആ കാര്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ നീ കാണിക്കട്ടെ, നിങ്ങൾക്ക് എന്നാ കുഴപ്പം? ഇങ്ങനെ പറയുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാണ്. രണ്ടാമത്തത്, പിന്നെ അദ്ദേഹം അതുകൊണ്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുക. ഇങ്ങനെ പറയുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചോണം. ഇവരൊക്കെ പാപികളുടെ വഴിയിലല്ല, ഹൈവേയിലാണ്. പാപികളുടെ ഹൈവേയിൽ.
ഞാനിപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത്, പാപികളുടെ ഹൈവേയിൽ നിൽക്കരുത്. സ്തോത്രം. കാരണം ഒരുപാട് സാധനങ്ങൾ അവർ റോഡിൻ്റെ സൈഡിൽ കൊണ്ട് പിടിച്ചുകൊണ്ട് നിൽക്കുക, നിങ്ങളെ കാണിക്കാനേ. ആ, ദാനിയേൽ നീലഗിരിയെ കണ്ടോ? നിങ്ങൾ കണ്ടായിരുന്നോ? അറിഞ്ഞായിരുന്നോ? എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ പാപികളുടെ വഴിയാണ്, ഹൈവേ. പരിഹാസികളുടെ ഇരിപ്പിടമുണ്ട്, പരിഹാസികളുടെ ഇരിപ്പിടം. ഈ അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു കസേര ഇട്ടിരിക്കുമ്പോഴാണേലും ഈ അടുത്തിരിക്കുന്ന ടീമൊക്കെ ഒന്ന് പരിശോധിക്കണം കേട്ടോ. അവൻ പരിഹാസിയാണെന്ന് നോക്കണം. നിങ്ങൾ പരിഹാസിയല്ല, പക്ഷേ നിങ്ങൾ ഇരിക്കാൻ പോകുന്ന ഒരുത്താളുടെ കൂടെ പോയിരിക്കുന്നില്ലേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എവിടെ പോയാലും സ്റ്റേജിൽ ഞാനങ്ങനെ കീബോർഡുമായിട്ട് നിൽക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. എവിടെ ചെന്നാലും ഞാൻ അവരോട് പറയുന്നത്, കൺവെൻഷൻ ആയിക്കോട്ടെ എന്ത് പരിപാടി ആയിക്കോട്ടെ, ഞാൻ സ്റ്റേജിലങ്ങനെ കഴിവതും ഞാൻ സ്റ്റേജിൻ്റെ താഴെ നിൽക്കുകയുള്ളൂ. വേറൊന്നും വിചാരിക്കരുത്, ഞാനങ്ങനെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ ചോദിച്ചു, എന്താ പാസ്റ്ററെ സ്റ്റേജിൽ നിന്നുകൂടെ, നല്ലതായിരുന്നു, നല്ല ലുക്കല്ലേ ആ സ്റ്റേജിൽ നിന്ന്. ഞാൻ അവരോട് പറഞ്ഞു, വേറൊന്നും വിചാരിക്കല്ലേ, ഞാനിവിടെ വന്നിരിക്കുന്നത് കർത്താവിനെ ആരാധിക്കാൻ ഈ ജനത്തോടൊപ്പം ആമേൻ ദൈവത്തിൻ്റെ ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ വന്നിരിക്കുന്ന ഒരാളാണ് കേട്ടോ. അല്ലാതെ എനിക്കിവിടെ വേറെ ഒന്നും ഞാനിവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം എൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കർത്താവ് അവിടെ വരണം എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നിടത്ത് കർത്താവ് വരണം. അതിനുവേണ്ടിയാണ് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് വെള്ളം പോലും കുടിക്കാതെ ദൈവസന്നിധി ഉപവസിച്ച് ഓരോ മീറ്റിങ്ങിന് പോകുന്നത്. അതുകൊണ്ട് ഞാൻ സ്റ്റേജിലിരുന്നാൽ ശരിയാവില്ല. കാരണം സ്റ്റേജിലിരുന്നവർ തമ്മി മിണ്ടാത്തവരൊക്കെ സ്റ്റേജിൽ പലയിടത്തും ഇരിക്കുന്നത്. എല്ലായിടത്തും ഇല്ല കേട്ടോ, പലയിടത്ത് അവിടെയൊന്നും ദൈവസാന്നിധ്യം വരികയില്ല കേട്ടോ, വരികയില്ല. പിന്നെ പിണങ്ങിയിരിക്കുന്നവരൊക്കെ ഉണ്ട് അവിടെ, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തവരുണ്ട്, സഹകരിക്കാത്തവരുണ്ട്. അവരൊക്കെ ഇരിക്കുന്ന സ്റ്റേജിൽ ദൈവസാന്നിധ്യം വരികയില്ല. കാരണം അതുകൊണ്ട് ഞാൻ താഴോട്ട് നിൽക്കുകയാണെങ്കിൽ ദൈവം അങ്ങോട്ട് വരുമല്ലോ. പിടി കിട്ടിയോ? അതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ അധികം പല സ്റ്റേജുകളിൽ ഞാൻ നിൽക്കാത്തത് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കരുത്. എന്നാൽ ചില സ്റ്റേജ് ഞാൻ നിൽക്കാറുണ്ട്. അവർ ദൈവസന്നിധിയിൽ ശക്തന്മാരായി ആമേൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആമേൻ സ്തോത്രം ആമേൻ മറ്റുള്ളവരുടെ ആക്ഷേപം സ്തോത്രം ഒരാക്ഷേപമില്ലാത്ത ശുശ്രൂഷകന്മാരുള്ള സ്റ്റേജിലൊക്കെ ഞാൻ അവരോടൊപ്പം സ്റ്റേജിൽ നിൽക്കാറുണ്ട്. ഞാൻ വലിയ പുള്ളി ആയതുകൊണ്ടല്ല, എനിക്കതല്ല വിഷയം. എനിക്ക് ദൈവം വരണം കൂടെ. ഏത് മീറ്റിങ്ങിന് പോയാലും ദൈവം വരണം. ഞാനതുകൊണ്ട് ഏത് മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഞാൻ ഏത് മീറ്റിങ്ങിനും പോകുന്നത്. സ്തോത്രം. അല്ലാത്ത മീറ്റിങ്ങിന് ഞാൻ പോകത്തില്ലെന്ന്. ഞാൻ ഇന്ന് വരെ ആരോടും ചോദിച്ചിട്ടില്ല, നിങ്ങൾ കൺവെൻഷൻ എന്നെ വിളിക്കാവുന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. എന്നെ വിളിക്കുന്നവിടത്ത് ഞാൻ പോകണമെങ്കിൽ എനിക്ക് ഉപവസിക്കാതെ പോകാൻ പറ്റുകയില്ല. സ്തോത്രം. അങ്ങനെയാണ് ഞാൻ ഉപവാസത്തിലാണ് ഈ മീറ്റിങ്ങിനൊക്കെ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തിനത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പരിഹാസികളുടെ ഇരിപ്പിടം എല്ലായിടത്തും ഉണ്ട്. അത് ജനങ്ങളുടെ ഇടയിലുമുണ്ട്, വേദികളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. കാഹളം നനയ്ക്കുമ്പോൾ പോകണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദാനിയേൽ വാസു പറഞ്ഞു, എല്ലാ കൺവെൻഷനും പരിഹാസികളാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നേക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ വായിച്ചിട്ടില്ലേ ചത്ത ഈച്ച? ഞാനതിങ്ങനെ പറയാം, ചത്ത ഈച്ച ഒരു കൺവെൻഷൻ വേദിയെ ചീത്തയാക്കും. ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ. കാര്യം പിടികിട്ടിയില്ലേ? അപ്പം ചത്ത ഈച്ചകളെ പൊക്കവും വണ്ണവും നോക്കി കസേര കയറ്റി ഇരുത്തരുത് കേട്ടോ. സാധനം ചത്തതാണ്. അതുകൊണ്ടാണ്. സ്തോത്രം. തൈലക്കാരൻ്റെ തൈലത്തെ മുഴുവനും നാറുമാറാക്കും എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന രീതി അല്ലേ? അതോ ഒരു പട്ടി എത്ത് കിടക്കുക റോഡിൽ. ഹൈവേയിലൊക്കെ ഞങ്ങളിങ്ങനെ മിഷൻ ട്രിപ്പിന് പോകാൻ നേരത്ത് ഈ ഹൈവേയിലൊക്കെ പട്ടി ചത്ത് റോഡിൽ കിടക്കുന്നതാണ്. ചിലപ്പോൾ നമ്മളറിയാതെ അതിനടുത്തായിരിക്കും വണ്ടി ചവിട്ടി. നല്ല സ്മെല്ല, നല്ല മണമാണല്ലോ. പക്ഷേ നമുക്ക് കുറച്ച് ഒരു വണ്ടിയൊക്കെ നിർത്തി ഇവിടെ റിലാക്സ് ചെയ്താലോ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ വണ്ടി നിർത്തുമോ? അന്നേരം അവിടെ നിന്ന് വണ്ടി എടുക്കും. അവിടെ നിന്ന് അന്നേരം നമ്മൾ സ്ഥലം വിട്ട് കാലിയാക്കും. അതാണ് നാറുമാറാക്കുന്ന അനുഭവം. പിന്നെ നമ്മുടെ ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്. ഈ നാറ്റം അവർക്ക് റോയൽ മണമായിട്ട് അവരെടുത്തേക്കുന്നത്. ഇതിനൊക്കെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇതിനെല്ലാം കയ്യെ പിടിച്ചിറക്കി വിട്ട സമയം കഴിഞ്ഞു പോയി. പക്ഷേ എന്ത് ചെയ്യാനാ, പിടിച്ചിരുത്തേണ്ട വരികയല്ലേ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ,
തിരുവചനം പറഞ്ഞിരിക്കാൻ ശ്രദ്ധിച്ചേ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അവിടെ ഇരുന്നാലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഇല്ലെങ്കിലോ എന്നാ ബുദ്ധിമുട്ടുള്ളൂ, ഒരു പ്രശ്നമില്ല. എന്തായാലും പ്രശ്നമുണ്ടോ? അതുകൊണ്ടാണ് കേട്ടോ, എവിടെയും ശ്രദ്ധിക്കണം. നിങ്ങളൊരു 3 പേര് കസേരയിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ 4 പേര് ഒരുമിച്ചിരിക്കുന്നിടത്ത് നിങ്ങൾ ചെന്ന് കയറിയിരിക്കുമ്പോൾ ആ 4 പേരെ ഒന്ന് വീക്ഷിക്കണം. ഇതിനകത്ത് ഏതെങ്കിലും ഒരുത്തൻ പരിഹാസി ഉണ്ടോ എന്ന് നോക്കണം. എന്നാ ആ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അല്ലാതെ ഈണത്തിൽ വായിക്കാൻ ഒരു 2 ലൈനോട് ഇരുന്നോട്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചതല്ല. സ്തോത്രം. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. കണ്ടോ, ദുഷ്ടന്മാരുടെ ആലോചന ഭയങ്കര ഡേഞ്ചറാണ്. ദുഷ്ടന്മാരുടെ കൗൺസിൽ ഇല്ലേ? സ്വത്രം അതിനകത്ത് പെടരുത്. ആലോചന പ്രകാരം നടക്കരുത്. പാപികളുടെ ഹൈവേ നിൽക്കരുത് കേട്ടോ. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും ചെയ്യരുത്. ഇനി പാപികളുടെ ഹൈവേ നിന്നാൽ ഒരു അപകടം പറയാം. ആ ഹൈവേ നിന്നാൽ അവൻ വരുന്നുണ്ട്, വഴിയെ അവൻ വരുന്നുണ്ട്. പാപികളുടെ ഹൈവേ ആണത്. അവൻ വന്നുകൊണ്ടിരിക്കുക. നിന്നെ കാണുമ്പോൾ നിന്നെയും കയറ്റിക്കൊണ്ട് പോകും. സ്വത്രം ഉണ്ടോ? അങ്ങനെ നീ പാപിയുടെ കൈപ്പെട്ടു പോകും. ദൈവത്തെ ഓർത്ത് അതിന് നിന്നേക്കരുത്. എല്ലാവരും ഒന്നും വിശുദ്ധന്മാരല്ല കേട്ടോ. വിശുദ്ധിയുടെ ലെവൽ അളക്കുന്ന കോലെന്ന് പറയുന്നത് ഈ തിരുവചനമാണ്. സ്തോത്രം. അതുകൊണ്ട് ഭയത്തോടെ വിറയലോടെ വേണം ദൈവത്തെ സേവിക്കാൻ. ആരെയും കുറിച്ചും പള്ളു പറയാൻ പോകരുത് കേട്ടോ. ആരെയും കുറിച്ചും മോശം പറയാൻ പോകരുത്. ആമേൻ. അതൊക്കെ വിധിയെല്ലാം പരിശുദ്ധാത്മാവിന് വിട്ടു കൊടുത്തേക്കണം. പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ ഇവിടെ. സ്തോത്രം. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ദുഷ്ടന്മാരുടെ ആലോചനയ്ക്കകത്ത് കൂടരുത്, പാപിയുടെ വഴി നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരുന്നേക്കരുത്. അങ്ങനെ ഇരുന്നാൽ ഈ ശലോമൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ദുഷ്ടനോട് കൂടെ നടന്നാൽ നീ ദുഷ്ടനായി പോകും. മൂടനോട് കൂടെ നടന്നാൽ കേട്ടോ, ആമേൻ, നീ അവനെ പോലെയാവും. സ്വത്രം. എന്നാൽ നീ ജ്ഞാനിയോട് കൂടെ നടന്നാലോ നീ ജ്ഞാനിയാവും. അങ്ങനെ എഴുതിയേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇന്ന് പകൽ രാവിലെ സമയം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ യു ആർ എ സെപ്പറേറ്റഡ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാ. അങ്ങനെ തന്നെ നിങ്ങളായിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൂടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോയാ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. ഈ പ്രിയപ്പെട്ട കർത്താവ് അനുഗ്രഹിക്കണമേ, ദൈവകൃപയിൽ നിറയ്ക്കണമേ, ആവശ്യം കൂടുന്ന സഹായിക്കണം. ഒരുപാട് പ്രയാസങ്ങൾ നടുവിൽ കടന്നു പോവുകയാണ്. കർത്താവ് അറിയുന്നവർ സ്തോത്രം. അവരുടെ ആവശ്യം ദൈവത്തിന് സാധ്യത ഉണ്ടാകട്ടെ. കർത്താവെ, വിശേഷിച്ച് ഒരു ദുരാലോചനയ്ക്കകത്തും പെടാതെ, പാപികളുമായിട്ടുള്ള വഴിയിൽ നിൽക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാതെ ഒരു മാറി നിൽക്കാനുള്ളൊരു ഹൃദയം ഈ പ്രിയപ്പെട്ടവൻ്റെ കർത്താവ് കൊടുക്കണമേ. കർത്താവെ, വേർതിരിക്കപ്പെട്ടവരെന്ന ചിന്ത അദ്ദേഹത്തെ ഭരിക്കട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിച്ച് രാവിലെ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ചെയ്തു കൊടുത്ത സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്. വലിയ ആൾ വന്നേക്കുന്നു, അങ്ങനെ ആയിരിക്കും ഇവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. ഒരു വിശുദ്ധം വന്നേക്കുന്നു, അങ്ങനെ ആയിരിക്കും അവർ പക്ഷേ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. അതാണ് നിങ്ങളുടെ ഗുഡ് വിൽ സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ നല്ല സർട്ടിഫിക്കറ്റാണ് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾക്ക് നല്ല സർട്ടിഫിക്കറ്റ് അവരുടെ അടുത്തുണ്ട്. സ്തോത്രം. നിങ്ങളാ വ്യത്യാസമുള്ളവരാ. സ്തോത്രം. ഞാൻ പലയിടത്ത് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ എന്നോട് കൂടെ സഞ്ചരിക്കുന്ന ദേവാസന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എന്നെക്കുറിച്ചൊരു ദേവാസം പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന വേദി പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നി. അങ്ങനെ നമ്മളെ വെച്ചുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു തമാശ, വലിയ തമാശയോ ഒരു കാര്യവും പറയാം, ഞങ്ങൾ ഇതുവരെ ഭാഷമായി അങ്ങനെ കേട്ടിട്ടില്ല. ദാനിയേൽ പാസ്റ്റർ ആത്മീയ വിഷയങ്ങളല്ലാതെ വേറൊന്നും സംസാരിക്കാറില്ല. എനിക്കതേ സംസാരിക്കാനുള്ളന്നേ, അതുകൊണ്ടാണ്. വേറൊന്നും എനിക്ക് സംസാരിക്കാനില്ല. ആരെക്കുറിച്ചും പള്ളു പറയാൻ എനിക്ക് നേരമില്ല. ആരുടെയും കുറ്റം പറഞ്ഞു നടക്കാൻ എനിക്ക് സമയമില്ല. ആമേൻ. സ്തോത്രം. എനിക്ക് ആകെ ഒരു കാര്യമുള്ളൂ, എങ്ങനെയെങ്കിലും എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. കർത്താവ് എന്നെ ഏൽപ്പിച്ച, പ്രത്യേകം ശ്രദ്ധിക്കണം, കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചാകുന്നോളം വരെ അത് പൂർത്തീകരിക്കണം. ഇതല്ലാതെ വേറെ ഒരു പരിപാടി എൻ്റെ മുമ്പിലില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.